ഇന്ന് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ, വലിയ വലിയ ചിന്തിക്കാൻ പറ്റാത്ത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ, ആ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ ഉടമകളായി ചില കോർപ്പറേറ്റുകളും ചില വ്യക്തികളും മാറുമ്പോൾ പുതിയ ഫ്യൂഡൽ കോൺസെപ്റ്റ് വളർന്നു വരുന്നു എന്നാണ് വാറൂഫാക്കിസ് പറയുന്നത്. അത് കമ്പോളത്തിന്റെ അമിതമായിട്ടുള്ള പീപൽസ ഭാവങ്ങളെ ഉൾക്കൊള്ളാതെ ഈ പ്രശ്നം എങ്ങനെ നമ്മൾ അഭിമുഖീകരിക്കും, പ്രശ്നത്തെ എങ്ങനെ നമ്മൾ അഭിമുഖീകരിക്കും, കമ്പോളത്തിന്റെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടത് എങ്ങനെ എന്ന് പറയാതെ ഈ പ്രശ്നത്തെ നമ്മൾ എങ്ങനെ അഭിമുഖീകരിക്കും, കമ്പോളം സൃഷ്ടിക്കുന്ന അരാഷ്ട്രീയ ചിന്തകൾ മനസ്സിനെ വലയ്ക്കുന്നതിനെ എങ്ങനെ നമുക്ക് അഭിമുഖീകരിക്കാൻ കഴിയും. അന്ന വ്യവസ്ഥയിൽ ജാതിയാണ് എല്ലാം കരുതിയിരുന്നെങ്കിൽ അത് മാറ്റിയാണ് നവോത്ഥാനത്തിലൂടെ നമ്മൾ വന്നത്. ഇന്ന് അത് കമ്പോളവും നവഫാസിസ്റ്റ് ചിന്തയുമാണെങ്കിൽ അത് സൃഷ്ടിക്കുന്ന സംഘർഷങ്ങൾ നമ്മളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനുള്ള വഴി ഈ തെറ്റിനെതിരെ പോരാടുക എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട കാലിക പ്രസക്തിയുള്ള ഒരു വിഷയം കൗമാരം സംഘർഷങ്ങൾക്കപ്പുറം എന്ന ശീർഷകത്തോടുകൂടി ഏറ്റെടുത്ത കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് ആദ്യമായി ഹൃദയം നിറഞ്ഞ അഭിവാദനങ്ങൾ. ഈ വിഷയം വളരെ വളരെ പ്രസക്തമാണ്. പരിഷത്ത് ഈ വിഷയം ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് വലിയൊരു പ്രതീക്ഷ ഉണ്ടാവും. അത് പരിഷത്തിൻ്റെ വിശ്വാസത്തിലൂടെ ഉണ്ടാകുന്ന പ്രതീക്ഷയാണ്. ഈ വിഷയത്തിൻ്റെ യഥാർത്ഥ പ്രശ്നം, ശാസ്ത്രീയമായ പ്രശ്നം അപഗ്രഥിക്കപ്പെടും എന്ന് ഈ ഹാളിന് പുറത്തുള്ളവർ വിശ്വസിക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അത് നമ്മുടെ മനസ്സിൽ വേണം. അതുകൊണ്ട് ക്യാമ്പയിൻ തെറ്റരുത്. ഈ ക്യാമ്പയിനിലൂടെ പരിഷത്ത് കൂടുതൽ കൂടുതൽ ജനങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കുമ്പോൾ ഈ പ്രശ്നം പരിഹരിക്കത്തക്ക രീതിയിലുള്ള നിർദ്ദേശങ്ങളായിരിക്കണം ഈ സംഭവത്തിൽ നിന്നും ഉയർന്നു വരേണ്ടത്. അതുകൊണ്ട് എനിക്ക് ശരിയെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ശ്രമിക്കുന്നത്. 40 അരമണിക്കൂറോ മറ്റാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് അത്രയും പറ്റും. തുടർന്ന് ആഴത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യണം. ഇവിടെ നമ്മുടെ വിഷയം കൗമാരം സംഘർഷങ്ങൾക്കപ്പുറം എന്നാണ്. സാന്ദർഭികമായി പറയാം, കൗമാരം മാത്രമല്ല, മാനവികത തന്നെ വലിയ സംഘർഷത്തിലാണ്. അതുകൊണ്ട് കൗമാരപ്രായക്കാർ ഇങ്ങനെ സംഘർഷമുള്ളവരായിട്ട് മാറുവാൻ കാരണം എന്താണ്? അവരുടെ സംഘർഷത്തിൻ്റെ കാരണം എന്താണ്? അവർ മാത്രമാണോ സംഘർഷത്തിലുള്ളത്? അല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ന് പ്രകൃതിയിലും മനുഷ്യനും വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യരും വലിയ സംഘർഷത്തിലാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കൗമാരക്കാരിലും പ്രശ്നങ്ങൾ കാണുന്നത്. ഉടൻ ഉദിക്കുന്ന ചോദ്യം, എന്താണ് അങ്ങനെ ഒരു സംഘർഷത്തിന് കാരണം? ഒറ്റ ഉത്തരവേ ഉള്ളൂ, അത് ഇന്നത്തെ സമൂഹത്തിൻ്റെ അവസ്ഥയാണ്, സാമൂഹിക പ്രശ്നമാണ്. സമൂഹത്തിലെ പല പ്രശ്നങ്ങളും മനസ്സുകളിൽ പ്രതിഫലിക്കുകയാണ്. അതുകൊണ്ട് ഇതിൻ്റെ റൂട്ട് കിടക്കുന്നത് ഇന്നത്തെ വ്യവസ്ഥയിലാണ്. വ്യവസ്ഥയുടെ പ്രശ്നമാണ് മനസ്സുകളിൽ പ്രതിഫലിക്കുന്നത്. ഇന്നത്തെ വ്യവസ്ഥയിലെ ചില പ്രശ്നങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കേണ്ടതുണ്ട്, അതിനെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ കഴിയുന്നതാണ് ഈ പ്രശ്നമെന്ന് കരുതരുത്. സ്വാശ്രയ സമിതി
എന്ന ഒരു വലിയ പ്രസ്ഥാനം പണ്ട് പരിഷത്തുണ്ടാക്കി ന്യൂ ലിബറൽ പോളിസിക്കെതിരെ പോരാടിയതുപോലെ ഒരു വലിയ പോരാട്ടം സംഘടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. വ്യവസ്ഥയോടാണ് പോരാടുന്നത്. പലപ്പോഴും കുട്ടികളെയും അതുപോലെ മറ്റുള്ളവരെയും കുറ്റം പറയാനാണ് പൊതുവിൽ ശ്രമം നടക്കുന്നത്. അത് അവരുടെ പ്രശ്നം. അവർ ശ്രദ്ധിച്ചാൽ മാറുന്നതാണ്. അവരെ കുറ്റം പറയുക ഈ പ്രശ്നം പരിഹരിക്കാൻ അതൊരു വഴിയല്ല. ഇത് അവരുടെ കുറ്റമല്ല, എല്ലാവരുടെയും ഒരു കുറ്റമാണ് എന്ന് പറയാം. ഈ സമൂഹത്തിലെ നിലനിൽക്കുന്ന വ്യവസ്ഥയുടെ പ്രശ്നം അത് പ്രതിഫലിക്കുകയാണ്. ലളിതമാണ്. ജാതി കേന്ദ്രീകൃത വ്യവസ്ഥ ഉണ്ടായിരുന്ന ഒരു കാലത്ത് എല്ലാവരിലും ആ ജാതി ചിന്തകൾ പ്രതിഫലിച്ചിരുന്നു. അന്ന് നിഷേധിക്കപ്പെട്ട പലരും നേടാൻ ശ്രമിക്കുമ്പോൾ എതിർക്കപ്പെട്ടിരുന്നു. അതിന് റിവോൾട്ട് ഉള്ള മനസ്സുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. നമുക്കിപ്പോൾ ഉള്ളതുപോലെ ഏതു കാലത്തും ആ കാലത്തിന്റെ വ്യവസ്ഥയ്ക്കനുസരിച്ചുള്ള ചിന്തകൾ സമൂഹ മനസ്സിൽ വരും, സ്വാഭാവികമാണ്. അതുകൊണ്ട് ഇന്നത്തെ വ്യവസ്ഥയിൽ അപകടകരമായ ചില ഘടകങ്ങളെ തിരിച്ചറിഞ്ഞ് അതാണ് ഈ കൗമാരത്തിന്റെ പ്രശ്നങ്ങൾക്ക് കാരണം എന്ന് മനസ്സിലാക്കി അതിനെ ഇല്ലാതാക്കുവാൻ ഇടപെടുമ്പോഴാണ് ശാസ്ത്രീയമാകുന്നത്. അല്ലാത്ത പക്ഷം കേവലം ഇടപെടൽ മാത്രമാവും, പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെടില്ല. അപ്പോൾ വ്യവസ്ഥയുടെ പ്രശ്നം എന്താ എന്ന് നോക്കുമ്പോൾ അവിടേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാം. നമ്മളിപ്പോൾ വലിയ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റിലാണ്, വലിയൊരു സംക്രമണ ഘട്ടത്തിലാണ്. ഇപ്പോൾ ലോകത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ന്യൂ ലിബറൽ പോളിസിയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ഫ്രീ മാർക്കറ്റ് അത് തകർന്നു കിടക്കുകയാണ്. ലോകം മുഴുവൻ അത് വലിയ തകർച്ചയിലാണ്. മുതലാളിത്തം വലിയ തകർച്ചയിലാണ്. മറ്റൊരു ഭാഷ പറയാം. അത് രേഖപ്പെടുത്തുന്ന ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. വായിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വായിക്കണേ എന്നൊരു അഭ്യർത്ഥനയുണ്ട്. ഈ ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോകും. ആ പുസ്തകത്തിന്റെ പേര് ദ റോഡ് ടു ഫ്രീഡം എന്നാണ്. ഗൂഗിളിൽ നോക്കി കാണാം, ദ റോഡ് ടു ഫ്രീഡം. ആ പുസ്തകം എഴുതിയിട്ടുള്ളത് ജോസഫ് സ്റ്റിഗ്ലിറ്റ്സ് എന്ന് പറയുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. സ്റ്റിഗ്ലിറ്റ്സ് ലോകബാങ്കിന്റെയും IMFന്റെയും മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റിന്റെയും മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവാണ്. വലതുപക്ഷ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ വക്താവും പ്രയോക്താവുമാണ്. അദ്ദേഹമാണ് ഒരു പുസ്തകം എഴുതിയിട്ടില്ല 24. അതിന്റെ പേരാ പറഞ്ഞത് ദ റോഡ് ടു ഫ്രീഡം എന്ന്. അതുപോലെ അദ്ദേഹം അതിന് മുമ്പ് ഒരു പുസ്തകം, ഒരുപാടുണ്ട്, ഒരെണ്ണം കൂടി ഞാൻ പറയുന്നുള്ളൂ. ആ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ആ തലക്കെട്ട് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് ദ ഗ്രേറ്റ് ഡിവൈഡ് എന്നാണ്. ഗ്രേറ്റ് ഡിവൈഡ്. ലോകം 2ആയിട്ട് വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. എഴുതിയിരിക്കുന്നത് സ്റ്റിഗ്ലിറ്റ്സ് ആണ് എന്ന് ഓർമ്മ വേണം. ദ ഗ്രേറ്റ് ഡിവൈഡ്. ലോകം 2ആയിട്ട് വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഒറ്റ തലക്കെട്ടിൽ തന്നെ ലോകത്തിന്റെ സംഘർഷം എവിടെ കിടക്കുന്നു എന്ന് മനസ്സിലാവും. അതിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെട്ടാണ് സാമൂഹിക സംഘർഷം എന്ന് മനസ്സിലാവും. ലോകം മുന്നോട്ട് പോകുന്നു എന്ന് ധരിക്കുന്നവർ, അറിവ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്ന് ധരിക്കുന്നവർ ഈ പുസ്തകം വായിക്കുമ്പോഴാണ് ഒന്ന് പിറകോട്ട് നോക്കി ചിന്തിക്കേണ്ടതായി വരിക. ലോകം വലിയ അസമത്വത്തിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുക. ഞാൻ ചുരുക്കുകയാണ് ആ ഭാഗം. ന്യൂ ലിബറൽ പോളിസി അങ്ങനെ തകർന്നു കിടക്കുകയാണ്. ഈ സമയത്ത് ലോക മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയെ രക്ഷിക്കാൻ വേണ്ടി പുതിയ ചില നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഒരു പുതിയ സമ്പദ് വ്യവസ്ഥ മുതലാളിത്തം മുന്നിൽ കാണുന്നു. അതിൻ്റെ പേരാണ് നോളജ് ഇക്കോണമി എന്ന ജ്ഞാന സമ്പദ് വ്യവസ്ഥ. ജ്ഞാന സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്ന മുതലാളിത്തത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു വ്യവസ്ഥ ഉണ്ടാക്കുവാനുള്ള വലിയ ശ്രമത്തിലാണ് ഇന്ന് മുതലാളിത്തം. അവിടെ ഏറ്റവും വലിയ ഉൽപാദന ഉപകരണം അറിവാണ്, നോളജ്. അതിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന മൂലധനത്തിന്റെ പേര് നോളജ് ക്യാപിറ്റൽ എന്നാണ്. അങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും. ഒരുപാട് പുസ്തകങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. നോളജ് ക്യാപിറ്റൽ. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ
മൂലധനം കൂടുതൽ അദൃശ്യമാവുക, പോരാ അമൂർത്തമാവുക. പണ്ട് പ്രൊഡക്റ്റീവ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ഉൽപാദന മൂലധനം എന്ന് നമ്മൾ പറഞ്ഞിരുന്ന മൂലധനം ദൃശ്യമാണ്, ചൂഷണവും ദൃശ്യമാണ്, മൂർത്തമാണ്, അത് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ കഴിയും. പക്ഷെ അത് ഫിനാൻസ് ക്യാപിറ്റൽ ആയപ്പോൾ കുറെ കൂടി അദൃശ്യമായി, ചൂഷണവും അദൃശ്യമായി, കുറെ കൂടി അമൂർത്തമായി. ആ മൂലധനം അമൂർത്തമാവുന്നതോടുകൂടി ചൂഷണം അതിഗുരുതരമാവുകയും അസമത്വം വർദ്ധിക്കുകയും ചെയ്യും. ഇതാണ് സ്റ്റിഗ്ലിറ്റ്സിന്റെ പുസ്തകത്തിൽ പറഞ്ഞത്. അവിടെ മനസ്സിന്റെ സംഘർഷം എന്താണ് എന്ന് ഇനി വിവരിക്കേണ്ട പരിഷത്തിന്റെ ഇങ്ങനത്തെ ഒരു വേദിയില്ല. അത് ഇതിനേക്കാൾ അമൂർത്തമായ, ഇതിനേക്കാൾ അദൃശ്യമായ മൂലധനമായി മാറുന്നു എന്നുള്ളതാണ് വർത്തമാന പ്രശ്നം. നോളജ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ് എന്ന് പോലും മനസ്സിലാവാത്ത അവസ്ഥയിലേക്ക്, ധനമൂലധനം എന്ന് പറയുമ്പോൾ എന്താണ് എന്നെങ്കിലും മനസ്സിലാവും. നോളജ് ക്യാപിറ്റൽ എന്ന് പറയുന്ന വരാൻ പോകുന്ന ഒരവസ്ഥയിൽ എന്താണ് അത് എന്ന് പോലും മനസ്സിലാവില്ല. അത്രയും അമൂർത്തവും അദൃശ്യവുമാണ് മൂലധനം, അത്രയും അമൂർത്തവും അദൃശ്യവുമാണ് ചൂഷണം. പക്ഷേ അത് അതിഗുരുതരമാണ്. അപ്പൊ സൃഷ്ടിക്കപ്പെടാൻ പോകുന്ന അസമത്വം എന്താണ് എന്നും മനസ്സിലാവും. ഇതിലൂടെ മുതലാളിത്തത്തെ തകർക്കുന്ന വേറെ ചില സംഘർഷങ്ങൾ വളർന്നു വരുന്നുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കണം. ഒരു പുസ്തകം മാത്രം പറയാം, അല്ലെങ്കിൽ കുറെ പുസ്തകത്തിന്റെ പേര് പറയൽ മാത്രമാവും. അതുകൊണ്ടാണ് യാനിസ് വാറൂഫാക്കിസ് എഴുതിയ ഒരു പുസ്തകം വായിച്ചിട്ടുണ്ടാവാം. ആ പുസ്തകത്തിന്റെ തലക്കെട്ട് ടെക്നോ ഫ്യൂഡലിസം വാട്ട് കിൽഡ് ക്യാപിറ്റലിസം എന്നാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുസ്തകമാണ്. ടെക്നോ ഫ്യൂഡലിസം, ലോകത്ത് ഫ്യൂഡലിസം എന്ന വാക്ക് പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ക്യാപിറ്റലിസം വാട്ട് കിൽഡ് ഫ്യൂഡലിസം എന്നായിരുന്നു പഴയ അവസ്ഥ. ഒരു പ്രത്യേക ട്രാൻസിഷൻ സ്റ്റേറ്റിൽ നമ്മൾ പറഞ്ഞിരുന്നത് ക്യാപിറ്റലിസം വാട്ട് കിൽഡ് ഫ്യൂഡലിസം എന്നായിരുന്നു. ഇന്ന് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ, വലിയ വലിയ ചിന്തിക്കാൻ പറ്റാത്ത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ, ആ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ ഉടമകളായി ചില കോർപ്പറേറ്റുകളും ചില വ്യക്തികളും മാറുമ്പോൾ പുതിയ ഫ്യൂഡൽ കോൺസെപ്റ്റ് വളർന്നു വരുന്നു എന്നാണ് വാറൂഫാക്കിസ് പറയുന്നത്. അതാണ് ടെക്നോ ഫ്യൂഡലിസം എന്ന് പറയുന്നത്. പഴയ ഫ്യൂഡൽ സങ്കല്പം പോലെ പുതിയ തലത്തിൽ ഭൂമി കൈവശം വെക്കുന്നതിനപ്പുറം ഗ്ലോബൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ കയ്യിൽ വെച്ചുകൊണ്ട് ലോകത്തെ ചൂഷണം ചെയ്യാവുന്ന പുതിയൊരു ഫ്യൂഡൽ കോൺസെപ്റ്റ് വളർന്നു വരുന്നു. അതിനെയാണ് ടെക്നോ ഫ്യൂഡലിസം എന്ന് പറയുന്നത്. ഇപ്പോ മുതലാളിത്തം ഈ തരത്തിൽ നോളജ് ഇക്കോണമി ഉണ്ടാക്കുവാനുള്ള ശ്രമം നടത്തുമ്പോൾ ഇപ്പുറത്ത് ടെക്നോ ഫ്യൂഡലിസം മറ്റേ ക്യാപിറ്റലിസത്തെ തന്നെ തകർക്കാനുള്ള ശ്രമം നടത്തുന്നു. അതാണ് ടെക്നോ ഫ്യൂഡലിസം വാട്ട് കിൽഡ് ക്യാപിറ്റലിസം എന്ന് വാറൂഫാക്കിസ് പറയുന്നത്. അതിനെക്കുറിച്ചും ഒരുപാട് പുസ്തകങ്ങൾ, ഞാൻ അതൊന്നും ഇനി വിസ്തരിക്കാൻ പോകുന്നില്ല. അപ്പൊ അങ്ങനെ ലോകത്ത് വലിയ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ മാറ്റങ്ങൾ, ചിന്തിക്കുന്നതിനപ്പുറമുള്ള മാറ്റങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വലിയ സംഘർഷഭരിതമായ ഒരു ട്രാൻസിഷൻ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സംഘർഷം മനസ്സുകളിൽ പ്രതിഫലിക്കും എന്ന കാര്യം സിമ്പിൾ സയൻസ് ആണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള വലിയ മാറ്റത്തിന്റെ പിന്നെ മറ്റേ ചലനങ്ങൾ, അതിൻ്റെതായ മറ്റേ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അല്ലാതെ വർത്തമാനകാല കൗമാര പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയില്ല. ആണ് പറഞ്ഞതിന്റെ ചുരുക്കം. ഒരു ബേസ് വേണം, സയന്റിഫിക് ബേസ് വേണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ക്യാമ്പയിൻ. ഇടയ്ക്ക് കുറച്ച് പേര് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു, ചില വീടുകളിൽ ചില പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ഇതിന്റെ ചെറിയ 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 പ്രതിഫലനങ്ങൾ മാത്രമാണ്. ഇത് കൗമാരക്കാരൻ മാത്രമല്ല, ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരിലും ഈ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ മാറ്റങ്ങളാണ് അതിന് കാരണം. അങ്ങനെ വരുമ്പോൾ ലോകത്ത് ചില പ്രശ്നങ്ങൾ വന്നു. ചുരുക്കി മാത്രം പറയാവും. അതിലൊന്ന്, മനസ്സിനെ വല്ലാതെ സംഘർഷത്തിലാക്കുന്ന ഒരു മാറ്റം കമ്പോളത്തിന്റെ വളർച്ചയാണ്. കേവല കമ്പോളമല്ല, ലിബറൽ മാർക്കറ്റ് എന്ന് പറയുന്ന സ്വതന്ത്ര കമ്പോളം, ആധുനിക മുതലാളിത്തം ഉയർത്തുന്ന സ്വതന്ത്ര കമ്പോളത്തിന്റെ ഒരു ഭാവം എന്നത് മാനവികതയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്.
മാനവികതയും കമ്പോളവും തമ്മിലുള്ള ബന്ധം. കമ്പോള സങ്കല്പങ്ങൾ വളരുമ്പോൾ, കമ്പോള സങ്കല്പങ്ങൾ ഭീഷണമാകുമ്പോൾ, ബീഭത്സമാകുമ്പോൾ തളരുന്നത് മാനവികതയാണ്. ഇവിടെ സംഘർഷം എന്ന വാക്ക് എവിടെ കിടക്കുന്നു എന്ന് പരിശോധിക്കണം. കമ്പോളത്തിന്റെ അമിതമായിട്ടുള്ള ബീഭത്സ ഭാവങ്ങളെ ഉൾക്കൊള്ളാതെ ഈ പ്രശ്നം എങ്ങനെ നമ്മൾ അഭിമുഖീകരിക്കും, പ്രശ്നത്തെ എങ്ങനെ നമ്മൾ അഭിമുഖീകരിക്കും, കമ്പോളത്തിന്റെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടത് എങ്ങനെ എന്ന് പറയാതെ ഈ പ്രശ്നത്തെ നമ്മൾ എങ്ങനെ അഭിമുഖീകരിക്കും? കമ്പോളം സൃഷ്ടിക്കുന്ന അരാഷ്ട്രീയ ചിന്തകൾ മനസ്സിനെ വലയ്ക്കുന്നതിനെ എങ്ങനെ നമുക്ക് അഭിമുഖീകരിക്കാൻ കഴിയും? കമ്പോളം അരാഷ്ട്രീയത മാത്രമാണ് പ്രചരിപ്പിക്കുക. കാരണം അരാഷ്ട്രീയ അന്തരീക്ഷത്തിലെ കമ്പോളത്തിന് വളരാൻ കഴിയുള്ളൂ. കമ്പോളത്തിനെ മനസ്സിലാക്കുന്ന കൃത്യമായ രാഷ്ട്രീയ ചിന്തയ്ക്ക് കമ്പോളത്തിനെതിരായ നിലപാടെടുക്കാനേ കഴിയുള്ളൂ. അത് കമ്പോളത്തിനെതിരാണ്. അതുകൊണ്ട് സ്വതന്ത്ര കമ്പോളത്തിന്റെ വളർച്ച എപ്പോഴും ഉണ്ടാകുന്നത് അരാഷ്ട്രീയ പരിസരത്തിലാണ്. അതുകൊണ്ട് അരാഷ്ട്രീയ ആശയം വളർത്തുവാൻ, അല്ലെങ്കിൽ അരാഷ്ട്രീയ സമൂഹം വളർത്തുവാൻ, അരാഷ്ട്രീയ ആവാസ വ്യവസ്ഥയെ വളർത്തുവാൻ കമ്പോളം ശ്രമിക്കും എന്നുള്ളത് കൗമാരക്കാരിൽ ഉണ്ടാകുന്ന സംഘർഷം എത്ര കൂടുതൽ ഉണ്ടാകും എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു സയന്റിഫിക് അപ്രോച്ച് എന്ന രീതിയിൽ ഈ വിഷയത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം. ചുരുക്കി പറയുന്നു. രണ്ടാമത്തത്, അങ്ങനെ കമ്പോളം വളരുന്നതിൻ്റെ ഭാഗമായി കമ്പോളത്തിന്റെ താല്പര്യങ്ങൾ നിലനിർത്താൻ പറ്റാതെ മറ്റൊരു തരത്തിൽ അത് ടെക്നോ ഫ്യൂഡലിസം പോലെയുള്ള ചില ആശയങ്ങൾ ഇതിനെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ കമ്പോളത്തിന് നിലനിൽക്കാൻ ലോകം മുഴുവൻ വളർന്നു വരുന്ന പുതിയൊരു പ്രവണതയുണ്ട്. അത് നവ ഫാസിസ്റ്റ് പ്രവണതയാണ്. നവഫാസിസ്റ്റ് പ്രവണത ഒരു സമൂഹത്തിൽ വളരുമ്പോൾ ആ സമൂഹത്തിലുള്ള മനുഷ്യന്റെ മനസ്സിൽ അത് പ്രതിഫലിക്കുമല്ലയോ? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തിനാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്? അപ്പൊ നവഫാസിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് എന്ന സംശയം ഇങ്ങനത്തെ ഒരു വേദിയിൽ ഉണ്ടാവില്ല. എങ്കിലും ഒരു വാക്ക് പറയാം എന്ന് മാത്രം. ഫാസിസം എന്ന് പറയുന്നത് ക്ലാസിക്കൽ ഫാസിസം ആണ്. വെറുതെ നമ്മൾ പറയും. നമുക്കറിയാം ഹിറ്റ്ലറെയും പിന്നെ മുസോളിനിയും ഒക്കെ നമുക്ക് ഓർമ്മ വരുന്നു. ക്ലാസിക്കൽ ഫാസിസം എന്താണ് എന്ന് നമുക്കറിയാം. ആ ക്ലാസിക്കൽ ഫാസിസത്തിന്റെ ഫാസിസ്റ്റ് അപ്രോച്ച് ഇക്കാലത്ത് നടപ്പിലാക്കാൻ പറ്റില്ല. വംശീയമായി എതിർത്തുകൊണ്ട് ഒരു വംശത്തെ മുഴുവൻ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ച ക്ലാസിക്കൽ ഫാസിസത്തിന്റെ ശൈലി വർത്തമാനകാലത്ത് ലിബറൽ സിസ്റ്റത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ കമ്പോളത്തിന്റെ താല്പര്യങ്ങൾ ഉയർന്നു വരണമെങ്കിൽ ഫാസിസ്റ്റ് ചിന്തകൾ വളർന്നു വരണം. അതിന് ക്ലാസിക്കൽ ഫാസിസവും നിയോ മാർക്കറ്റ് പ്രിൻസിപ്പിൾസും ചേർത്ത് ആധുനിക മാർക്കറ്റിന്റെ സങ്കല്പങ്ങളും ക്ലാസിക്കൽ ഫാസിസത്തിന്റെ സങ്കല്പങ്ങളും മെർജ് ചെയ്താൽ അതിൽ നിന്നും ഉണർന്നു വരുന്ന ഒരു പുതിയ ചിന്തയാണ്, ഭാവമാണ് നവഫാസിസം എന്ന് പറയുന്നത്. അപ്പൊ ലോകം മുഴുവൻ എവിടെ നോക്കിയത് ഇത് തന്നെയാണ് ഇസ്രായേലിൽ നടക്കുന്നത്, അല്ലെങ്കിൽ ഇസ്രായേൽ ഇപ്പോൾ എടുക്കുന്നത്. ലോകത്തെ എവിടെ എടുത്ത് നോക്കിക്കോളും. പ്രശ്നങ്ങൾ എടുക്കുമ്പോൾ അതിൽ രണ്ട് പ്രധാനപ്പെട്ട ആശയങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ ഏത് പ്രശ്നം എടുത്താലും ഇതിന്റെ പ്രതിഫലനം ഞാൻ കാണിച്ചു തരാം. ഒന്ന് കമ്പോളം, മറ്റൊന്ന് നവ ഫാസിസ്റ്റ് സമീപനം. ഇത് രണ്ടും ഒരു സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന വലിയ അരാജകത്വം അല്ലെങ്കിൽ അസ്വസ്ഥത. മനസ്സിൽ പ്രതിഫലിച്ചില്ലെങ്കിൽ ആ മനസ്സ് സമൂഹത്തിലാണോ ജീവിക്കുക? ഈ സമൂഹത്തിൽ ഇല്ലാതെ ഒരു മനസ്സും വേറെ എങ്ങും ജീവിക്കുന്നില്ല, ആകാശത്തൊന്നുമില്ല. ഈ സമൂഹത്തിനകത്തെ പ്രശ്നങ്ങളാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ആശയത്തെ അഡ്രസ് ചെയ്യാതെ പരിശുദ്ധ പോലെയുള്ള സംഘടനയ്ക്ക് ഈ വിഷയം അഡ്രസ് ചെയ്യാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. ശരി, അതോടൊപ്പം തന്നെ ഇല്ലാതാകുന്ന ചില പ്രശ്നങ്ങൾ കൂടി പറയാം. അപ്പൊ നവഫാസിസ്റ്റ് ചിന്തകൾ വളർന്നു വരുന്നതോടൊപ്പം കമ്പോളം വളർന്നു വരുമ്പോൾ മാനവികത കുറഞ്ഞു വരികയാണ്. മാനവികതയും കമ്പോളവും നവഫാസിസവും റെസിപ്രോക്കലി പ്രൊപ്പോർഷനാണ് എന്ന് കെമിസ്ട്രിക്കാർ പറയും. ഒന്ന് വളരുമ്പോൾ മറ്റത് തളരുക ചെയ്യുക. അവിടെ കമ്പോളവും മാനവികതയും പരസ്പര വിരുദ്ധമാണ്. കമ്പോളം വളരുന്നു എന്നതിൻ്റെ വേറൊരു ഭാവം മാനവികത തളരുന്നു എന്നുള്ളതാണ്.
മറ്റൊരു പ്രധാനപ്പെട്ട ആശയം ജനാധിപത്യ മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ജനാധിപത്യ മൂല്യങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു സമൂഹത്തിൽ കുടുംബത്തിൽ ജനാധിപത്യം ഉണ്ടാവുമെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. കുടുംബത്തിന്റെ ജനാധിപത്യവൽക്കരണം എന്നത് ഈ പ്രശ്നപരിഹാരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പൊതു ഇടങ്ങളില്ലാതായി മാറുന്നു വീടുകളൊക്കെ. അവിടെ നമുക്ക് നമ്മുടെ ആധുനിക ഉപകരണങ്ങളെയൊക്കെ പറയാം. ടെക്നോളജിയാണ് അതിന് തകരാറ് എന്ന് പറയുന്ന പലരുണ്ട്. ഞാൻ അതിനോട് വിയോജിക്കുന്ന ഒരാളാണ്. ടെക്നോളജി ഇങ്ങനെ പ്രത്യേകമായ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ പലതരത്തിൽ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ടെക്നോളജിയാണ് ഈ കൗമാര പ്രശ്നങ്ങളുടെ കാരണം എന്ന് പറയുന്നത് തെറ്റാണ്. ടെക്നോളജി എങ്ങനെ ഉപയോഗിക്കുന്നു, ആരുപയോഗിക്കുന്നു, എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, അത് ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ പ്രതിഫലിക്കുന്നത് എങ്ങനെയാണ്? ഒരു വീട്ടിൽ 4 ആളുണ്ടെങ്കിൽ 4 മറ്റേ വലിയ ഫോണിന് എന്താ പറയുക, സ്മാർട്ട് ഫോൺ ഉണ്ടാവും. 4 പേരും 4 ലോകത്താണ്. പൊതു ഇടമില്ല. കുടുംബത്തിൽ പൊതു ഇടമില്ല എന്നുള്ളതിന്റെ വേറൊരു ഭാഷ കുടുംബത്തിൽ ജനാധിപത്യവൽക്കരണം ഇല്ല എന്നുള്ളതാണ്. കുടുംബത്തിന്റെ ജനാധിപത്യവൽക്കരണം എന്ന് പറയുന്നത് പൊതു ഇട വികാസമാണ്. കുടുംബത്തിന്റെ പൊതു ഇട വികാസത്തിലൂടെയാണ് മനസ്സിന്റെ പൊതു ഇട വികാസങ്ങൾ ഉണ്ടാവുക. മനസ്സിന്റെ പൊതു ഇട വികാസങ്ങളിലൂടെ മാത്രമേ മൗലികമായ ചിന്തകൾ, അത് മാനവികതയിലും പ്രകൃതി മൂല്യങ്ങളും അധിഷ്ഠിതമായ ചിന്തകൾ വളരുള്ളൂ. എങ്ങനെ കുടുംബത്തിൽ പൊതു ഇടങ്ങളില്ലെങ്കിൽ ഈ മൂല്യങ്ങൾ വളരും? പരസ്പരം ഒരു കൂരയ്ക്കുള്ളിൽ ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവിടെ ജനാധിപത്യ ആശയ മറ്റേ കൈമാറ്റങ്ങൾ ഉണ്ടാവില്ല, ജനാധിപത്യ മൂല്യങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ സമൂഹത്തിൽ ജനാധിപത്യം ഇല്ലെങ്കിൽ കുടുംബത്തിലും ജനാധിപത്യമില്ല. അതുകൊണ്ട് സമൂഹത്തിലെ ജനാധിപത്യവൽക്കരണം നടപ്പാക്കുക എന്നുള്ളത് കുടുംബത്തിലെ ജനാധിപത്യ മൂല്യങ്ങളിലേക്ക് വരവിന്റെ തുടക്കമാണ്. കുടുംബത്തിൽ ജനാധിപത്യം വേണം എന്ന് പറയാം. സമൂഹത്തിൽ ജനാധിപത്യം വേണം എന്നുള്ള ക്യാമ്പയിൻ നടക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് രണ്ടും പരസ്പര വിരുദ്ധമാണ്. അവിടെ ജനാധിപത്യ മൂല്യങ്ങൾ ഇല്ലാതാകുന്നതോടുകൂടി ഒന്നുകൂടി പറയണം, മതനിരപേക്ഷ മൂല്യങ്ങളും ഇല്ലാതാകും. മനുഷ്യനായി കാണാൻ പറ്റാത്ത ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ മനുഷ്യനെ സ്നേഹിക്കുന്നത് എങ്ങനെയാ? ഏത് മനുഷ്യനോട് മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയുക? ജാതിയിലൂടെയും മതത്തിലൂടെയും മനുഷ്യനെ കാണുന്ന ഒരു അന്തരീക്ഷം കമ്പോളം വികസിപ്പിച്ചെടുത്താൽ മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ആ മാനവികത നഷ്ടപ്പെടും എന്നുള്ള കാര്യം ഒരു സംശയമില്ലാത്തതാണ്. ആ നഷ്ടം ഒരു വ്യക്തിയുടെ മനസ്സിൽ പ്രതിഫലിക്കാതിരിക്കുമോ? സ്വാഭാവികമായിട്ട് പ്രതിഫലിക്കും. അരക്ഷിതമായിരിക്കും മനസ്സ്, അസ്വസ്ഥമായിരിക്കും മനസ്സ്. അങ്ങനെയുള്ള അസ്വസ്ഥമായ മനസ്സുകൾ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ സമൂഹത്തിൽ കൂടി വരികയാണ്. സ്വാഭാവികമായിട്ടും ചെറുപ്രായത്തിൽ ഇത് ബ്ലോട്ടിംഗ് പേപ്പർ മഷി ഒപ്പിയെടുക്കുന്നത് പോലെ ഒപ്പിയെടുക്കും. പ്രായമായവർക്ക് വേറെ പലതും മനസ്സിലുണ്ട് എന്നുള്ളത് കൊണ്ട് വേർതിരിച്ചറിയുവാനൊക്കെ ചിലപ്പോൾ ചില സാധ്യതകൾ ഉണ്ടായേക്കാം. അങ്ങനെ വേർതിരിച്ചറിയാൻ പറ്റാത്തൊരു കാലത്ത്, ഒരു പ്രായത്തിൽ ചുറ്റും അതിസംഘർഷം അങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ബ്ലോട്ടിംഗ് പേപ്പർ മഷി ഒപ്പിയെടുക്കും എന്നുള്ളത് സിമ്പിൾ സയൻസ് ആണ്. അല്ല എന്ന് പറയുന്നത് ശാസ്ത്രീയ അല്ല എന്ന് പറയാം. അതെല്ലാം പ്രതിഫലിക്കുന്നില്ല. അതുകൊണ്ട് ജനാധിപത്യ മൂല്യങ്ങളും മതനിരപേക്ഷ മൂല്യങ്ങളും സമൂഹത്തിൽ ഇല്ലാതാകുന്നു എന്നുള്ളത് ഓരോ ചെറുപ്പക്കാരൻ്റെയും മനസ്സിൽ സൃഷ്ടിക്കുന്ന സംഘർഷം ചെറുതല്ല, വളരെ വളരെ വലുതാണ്. അതുപോലെ തന്നെ 1-2 കാര്യം കുറെ പറയാനുണ്ട്. ഒന്ന്, ശാസ്ത്രബോധം, പരിസ്ഥിതി ബോധം, സമത്വബോധം, ഇതെല്ലാം അനുനിമിഷം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് സമൂഹത്തിൽ. അപ്പൊ സമൂഹത്തിൽ വളർന്നു വരുന്നത് എന്താ? 1, കമ്പോളം. 2, നവ ഫാസിസ്റ്റ് ചിന്തകൾ. കമ്പോളത്തിൽ നകന്നു പോകുന്നത് എന്താ? മാനവികത, ജനാധിപത്യ മൂല്യം, മതനിരപേക്ഷ മൂല്യം, ശാസ്ത്രബോധം, സമത്വബോധം. ഇതാണ് സമൂഹം ചുരുക്കത്തിൽ. ഇതൊരു അക്കാഡമിക് ക്ലാസ് എന്ന് വെച്ചാൽ വളരെ വിസ്തരിച്ച് ഇനി വിദ്വാൻകാരുണ്ട്. ഒരു ഉദ്ഘാടന പ്രസംഗത്തിൽ ഞാൻ ഇത്രയൊക്കെ സൂചിപ്പിക്കുന്നുള്ളൂ. ഇതാണ് സമൂഹം. ഈ സമൂഹത്തിലേക്ക് കുട്ടി നിൽക്കുന്നത്
ആ കുട്ടിയുടെ മനസ്സ് സംഘർഷഭരിതമായിരിക്കുമെന്ന കാര്യത്തിൽ എന്താ സംശയമുള്ളത്? ഒരു സംശയമില്ല. നമ്മളും സംഘർഷഭരിതം, നമ്മുടെ മനസ്സും അത് സംഘർഷഭരിതമാണ്. അതുകൊണ്ട് പറഞ്ഞ പോയിട്ട് ഈ പറയുന്ന പ്രശ്നങ്ങളെ ഹൈലൈറ്റ് ചെയ്യാതെ, ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കെതിരെ സമൂഹത്തിന്റെ മനസ്സിനെ തിരിക്കാതെ കൗമാരക്കാരുടെ സംഘർഷത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. കഴിയോ എന്നൊരു ചോദ്യം ചിലരുടെ മനസ്സിൽ, സമഗ്രമായി കാണാത്തവരുടെ മനസ്സിലുണ്ടായിരിക്കാം. കഴിയുമെന്ന് ഉറപ്പാണ്. നവോത്ഥാനത്തിന് ശേഷമുണ്ടായ മാറ്റങ്ങളൊന്നും പരിശോധിച്ചാൽ മതി. നവോത്ഥാനത്തിന് മുമ്പുണ്ടായിരുന്ന ജാതി കേന്ദ്രീകൃതമായ അവസ്ഥ, ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നില്ലേ? ജാതിയിലൂടെ മതത്തിലൂടെ മനുഷ്യനെ കാണാൻ എന്തെല്ലാം ഇപ്പൊ പറഞ്ഞതിന് സമാനമായ കുറേ കാര്യങ്ങൾ ജാതി കേന്ദ്രീകൃതമായ ഒരു വ്യവസ്ഥയിൽ നമുക്ക് പറയാൻ പറ്റുമായിരുന്നില്ലേ? അക്കാലത്ത് ഈ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നില്ലേ? അതിനെയാണ് എപ്പോഴും പറഞ്ഞത്. അത് നവോത്ഥാനത്തിലൂടെ മാറിയോ? കേൾക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞു? നവോത്ഥാനത്തിലൂടെ മാറിയോ? മാറിയില്ല എന്നത്ര ഞാൻ പറഞ്ഞു. മാറിയോ? മാറി. ആ വ്യവസ്ഥയിൽ അന്നത്തെ അടിസ്ഥാന പ്രശ്നത്തിനെതിരായിരുന്നു നവോത്ഥാന ചിന്തകൾ വന്നിരുന്നത്. അതാണ് ഫോക്കസ് ചെയ്തത്. അക്കാലത്ത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഏതെങ്കിലും ഒരു സംഘർഷത്തിന്റെ കാരണം ആ വ്യക്തിയുടെ സംഘർഷമാണ്, അയാളുടെ പ്രശ്നമാണെന്നല്ല നവോത്ഥാന ചിന്തകൾ ഫോക്കസ് ചെയ്തത്. ജാതി ചിന്തകൾ, അവിടെ മതനിരപേക്ഷ ചിന്തകളെ വളർത്താനുള്ള ശ്രമം നടത്തുകയാണ്. കുമാരനാശാൻ ഒരു കവിത എഴുതി. ആ കവിതയുടെ പേര് ചണ്ടാല ഭിക്ഷുകി എന്നാണ്. ഒരു ആശയം എടുക്കുന്നത് നോക്കിക്കോളൂ. ഒരു മഹാകവി എന്ന് പറയുന്നത് അന്വർത്ഥമാക്കിക്കൊണ്ട് ഒരു വാക്കിനെ അദ്ദേഹം ഒരു കവിതയ്ക്ക് വേണ്ടി എടുക്കുകയാണ്. ഒറ്റ വാക്ക്, ഇങ്ങോട്ട് നോക്കൂ, ഒറ്റ വാക്ക്. ആ വാക്ക് ദാഹം എന്നുള്ളതാണ്. എന്തെല്ലാം വാക്കുകൾ ഈ ഭൂമിയിൽ എടുക്കാമായിരുന്നു. നവോത്ഥാനത്തിന് ശേഷം മഹാകവി എടുക്കുന്ന വാക്ക് ദാഹം എന്നാണ്. എന്തിനാ അതെടുത്തത് അങ്ങനെ വാക്ക്? എന്തിനാ അങ്ങനെ എടുത്തത് വാക്ക്? അതുവരെ ജാതി തിരിച്ച് മനുഷ്യനെ കണ്ടിരുന്ന, മതം തിരിച്ച് മനുഷ്യനെ കണ്ടിരുന്ന സംഘർഷം മനുഷ്യന്റെ മനസ്സിൽ നിന്നിരുന്ന കാലത്ത് അത് തെറ്റാണ്, ഇതാണ് ക്യാമ്പയിൻ, അത് തെറ്റാണ് എന്നത് തെളിയിക്കപ്പെട്ടാൽ അതിന്റെ സംഘർഷം മനസ്സിലുണ്ടായിരുന്നു തന്നെ പൊക്കോളൂ. പറഞ്ഞ മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. ആര് കേൾക്കണം? ആ ജാതി കേന്ദ്രീകൃത പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അന്ന് സമൂഹ മനസാക്ഷിയിൽ ഉണ്ടായിരുന്ന സംഘർഷങ്ങൾ ഇല്ലാതാക്കാൻ സംഘർഷത്തെ അല്ല ഫോക്കസ് ചെയ്തത്. എവിടെ ഫോക്കസ് ചെയ്തേ? അതിന്റെ റൂട്ട് കോസായ സാമൂഹിക പ്രശ്നത്തിലാണ്. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ, അടുത്ത വാക്ക് രവീന്ദ്ര മാഷ്ക്ക് അറിയണ്ടാവില്ല എന്നുള്ളതാണ്. വാക്ക് പറയും എന്താ വാക്ക്? എവിടെയാണ്? ഇതിങ്ങനെ അല്ലാതെ വേണം പറഞ്ഞു പോകാം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാത്ത സർവരും സോദരത്വനവാഴ്ന്ന എല്ലാവരും ഫോക്കസ് ഒരു വാക്കിനാണ് ഫോക്കസ്. ആ ഫോക്കസ് അന്നത്തെ മാനസിക സംഘർഷത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ്. എന്ന വാക്ക് സർവരും. ജാതിഭേദം മതദ്വേഷം എന്നൊക്കെ മനസ്സിലാവുന്നു, ഏതുമില്ലാതെ. അടുത്ത വാക്കാണ് ഈ ട്രാൻസിഷൻ സ്റ്റേറ്റിൽ ആ സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ മാറ്റാനുള്ള വാക്ക്, അതാണ് സർവരും. ഇതെന്താ വാക്ക്? കുമാരാശാൻ, ദാഹം. ദാഹിക്കാത്ത മനുഷ്യരുണ്ടോ? ഇല്ല. ജാതി മതം തിരിച്ചാ ദാഹം? അല്ല. മനുഷ്യർക്ക് മാത്രമാണ് ദാഹം? അല്ല. മൃഗങ്ങൾക്കില്ലേ ദാഹം? അവർക്ക് മാത്രമാണ് ദാഹം? അല്ല. ജീവനുള്ള എല്ലാവർക്കും ദാഹമുണ്ട്. ദാഹിച്ചാൽ എന്താ വേണ്ട? എല്ലാവർക്കും നേന്ത്രപ്പഴം, വെള്ളം, വേറെ എന്തുണ്ടായാലും ദാഹം തീരില്ല. കണ്ടു നോക്കൂ.
ഇതിങ്ങനെ ആ കാലത്ത് ഈ കവിതയെ പഠിപ്പിച്ച് വായനശാലകൾ തോറും പഠിപ്പിച്ചാണ് ആ സംഘർഷത്തെ അന്നത്തെ മനസ്സംഘർഷത്തെ ഒഴിവാക്കിയത്. അവെല്ലാവരും അത് കഴിഞ്ഞു. കുമാരനാശാൻ ചെയ്തതിനപ്പുറമാണ്. ജാതി ചോദിക്കുന്നില്ല ഞാൻ ഒന്ന് പറയുക എന്ന എത്ര വർഷങ്ങൾക്ക് മുമ്പാ ജാതി കേന്ദ്രീകൃത വ്യവസ്ഥ സ്ത്രീ എവിടെയായിരുന്നു? ആ വ്യവസ്ഥ മാറാനൊരു കവിത, ഇതാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. മാനവികതയുടെ ജ്വലനമാണ് നവോത്ഥാനം. മാനവികതയെ തളർത്തലാണ് കമ്പോളം. വെരി സിമ്പിൾ. മാനവികതയുടെ നവോത്ഥാനമാണ്, അവ്യക്തയുടെ ജ്വലനമാണ് നവോത്ഥാനം. ജ്വലിപ്പിക്കുവാനുള്ള ചിന്തകളാണ് നവോത്ഥാന ചിന്തകൾ. ആ ജ്വലന സാധ്യതകൾ ഉണർത്തുന്ന സാഹിത്യമാണ് നവോത്ഥാന സാഹിത്യം. അതാണ് ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരീകത. എത്ര വർഷം മുമ്പെന്ന് ആലോചിച്ചു. അതിന് സമയം തന്നാൽ നവോത്ഥാന സാഹിത്യത്തെ കുറിച്ച് മുഴുവൻ ഞാൻ പറഞ്ഞു. എങ്ങനെയാണ്, എന്തിനപ്പത് പറഞ്ഞത്? ഈ വ്യവസ്ഥ മാറില്ല എന്നാരും കരുതരുത്. അന്ന് വ്യവസ്ഥയിൽ ജാതിയാണ് എല്ലാം കരുതിയിരുന്നെങ്കിൽ അത് മാറ്റിയാണ് നവോത്ഥാനത്തിലൂടെ നമ്മൾ വന്നത്. ഇന്ന് അത് കമ്പോളവും നവഫാസിസ്റ്റ് ചിന്തയുമാണെങ്കിൽ അത് സൃഷ്ടിക്കുന്ന സംഘർഷങ്ങൾ നമ്മളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനുള്ള വഴി ഈ തെറ്റിനെതിരെ പോരാടുക എന്നുള്ളതാണ്. വ്യവസ്ഥക്കെതിരെയുള്ള പോരാട്ടമാണ്. വ്യവസ്ഥയുടെ ഉൽപ്പന്നമാണ് ഈ സംഘർഷം. സ്വാഭാവികമായിട്ട് സംഘർഷം ഉണ്ടാവും. അത് വിശദീകരിക്കാൻ ശ്രമിച്ചാൽ ഇഷ്ടം പോലെ പറയാൻ ഉദാഹരണമുണ്ട്. ഞാൻ അങ്ങോട്ടല്ല പോകുന്നത്. അതുകൊണ്ട് വലിയ ഒരു ആശയം നമ്മുടെ മനസ്സിലുണ്ടാവണം. ആ ആശയമാണ് യഥാർത്ഥത്തിൽ ഈ ക്യാമ്പയിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയേണ്ടി വരും. അതില്ലെങ്കിൽ ക്യാമ്പയിൻ ശിഥിലമായി പോകും. കേവലമായ മയക്കുമരുന്നിനെതിരെയുള്ള ഒരു ബോധവൽക്കരണം എന്ന രീതിയിലും അല്ലെങ്കിൽ അങ്ങനെ പ്രശ്നത്തിന് ബോധവൽക്കരണം, അതിന് ഉത്തരവാദിയൊക്കെ കുട്ടികളാണ് അല്ലെങ്കിൽ കുറച്ചുകൂടി ഈ ടെക്നോളജിയാണ്. ചിലർ അങ്ങനെയും പറയുന്നുണ്ട്, കുറെ ടെക്നോളജിയാണ് എന്ന് പറയും. മർമ്മം അവിടെ കിടക്കും. സംഘർഷം അപ്പോഴും വന്നുകൊണ്ടിരിക്കും. അപ്പൊ സംഘർഷത്തിന് കാരണമായിട്ടുള്ള എന്താണോ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കണം. അവിടെയാണ് സാമൂഹികമായ ഈ പ്രശ്നങ്ങളെ അപഗ്രഥിക്കുവാനുള്ള ഒരു കഴിവ് സമൂഹത്തിന് ഉണ്ടാക്കേണ്ടത്. ഈ ക്യാമ്പയിന്റെ ആദ്യ ഭാഗം പോലും അതാവണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് ഈ സമൂഹത്തിലെ പ്രശ്നം? അതുപോലും പലർക്കറിയില്ല. എന്തുകൊണ്ടാ നമ്മുടെ മനസ്സിനെ അങ്ങനെ മാറ്റിയെടുത്തു? അങ്ങനെ പണ്ട് ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, നമുക്കറിയാം, മാനുഫാക്ചറിങ് കൺസെന്റ്. വായിച്ചിട്ടുണ്ടാവും, ആരെങ്കിലും വായിച്ചിട്ടുണ്ടാവും കരുത്. നോം ചോംസ്കിയാണ് പുസ്തകം എഴുതിയിട്ടുള്ളത്. ഇല്ലെങ്കിൽ ഈ ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പുസ്തകം ഒരു തവണയെങ്കിലും വായിക്കണേ. സാർ വായിച്ചിട്ടില്ലേ? പുസ്തകത്തിന്റെ പേര് മറന്നു. മാനുഫാക്ചറിങ് കൺസെന്റ്. സമ്മതം നിർമ്മിക്കുകയാണ്. നമ്മുടെ മനസ്സിൽ കമ്പോളത്തിന്റെ സമ്മതം നിർമ്മിക്കുകയാണ്. ഫാസിസത്തിന്റെ സമ്മതം നിർമ്മിക്കുകയാണ്. ആരാ നിർമ്മിക്കുന്നത്? കോർപ്പറേറ്റ്സ് ആണ്. ആരാണോ ഇതിന് നേതൃത്വം കൊടുക്കുന്നത്? ആ കോർപ്പറേറ്റ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് മനസ്സിൽ അങ്ങനെ സംഘർഷം നിർമ്മിച്ചു വരുമ്പോൾ മനസ്സ് കമ്പോളത്തിനും ഫാസിസത്തിനും അനുകൂലമായി മാറുമ്പോൾ കമ്പോളത്തിന്റെയും ഫാസിസത്തിന്റെയും പല പ്രകടനങ്ങളും നമ്മുടെ മനസ്സുമായി സയൻസാ പറഞ്ഞത് മനസ്സിലായില്ല, ഇന്റഗ്രേറ്റ് ചെയ്യും. നമ്മുടെ മനസ്സിന്റെ കോർ എന്താണോ അതാണ് നമ്മളെ സ്വാധീനിക്കുക. നമ്മുടെ മനസ്സിൽ മാനവികത നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ പ്രകൃതിയെ കുറിച്ചുള്ള സന്തുലന വാർത്തകൾ കേൾക്കുമ്പോൾ ഒന്ന് പറഞ്ഞാൽ ഞാൻ പൊക്കോളാം, സന്തോഷം വേണ്ട. നമ്മുടെ മനസ്സിൽ കമ്പോളം നിറഞ്ഞു നിൽക്കുമ്പോൾ പ്രകൃതി സന്തുലനത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നാടൻ തൃശ്ശൂർ ഭാഷയിൽ പ്രാന്താണ് എന്ന്
അതാണ് പരിഷത്ത് തനി പറയൂ എന്താണ് പരിസ്ഥിതി വാദികളാണ്. ആർക്ക് വേണ്ടിയാ പരിഷത്ത് ഇതൊക്കെ പറഞ്ഞത്? പരിഷത്ത് പറഞ്ഞതാണ് ശരിയെന്ന് ഓരോ തവണയും എന്താണ് വീണ്ടും 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 ശരിയാണെന്ന് സ്ഥാപിക്കപ്പെടുന്നില്ലേ? ആരാ പരിഷത്തിനെ അന്ന് കളിയാക്കിയിരുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതാ, മനസ്സിൽ എന്താണ് കമ്പോളം സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ ആ മനസ്സ് അതിൻ്റെതായ വൈബ്രേഷൻസ് ആണ് കാണിക്കുക. എന്താ സംശയമുള്ളതില്? നമ്മളിപ്പോ എന്താ അങ്ങനെ കേട്ടിരിക്കുന്നത്? ഇവിടെ കേട്ടിരിക്കുന്നത് ഒന്ന് ഉദ്ഘാടന പ്രസംഗം അല്ലല്ലോ ഇപ്പൊ തീർന്നോളും എന്നുള്ള നിലയ്ക്ക് ഉള്ളവരുണ്ട്. അല്ലെങ്കിൽ എന്താ കേട്ടുകൊണ്ടിരിക്കുന്നത്? ശാസ്ത്ര സാഹിത്യ പരിഷത്താണ് ഈ ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന പ്രതീക്ഷയിലാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന പശ്ചാത്തല ഘടകങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. മൂല്യങ്ങളിൽ നിന്നും അകലുന്ന കാലമാണ്. അത് സമൂഹത്തിൽ നിരാശയുണ്ടാക്കും, വീട്ടിൽ നിരാശയുണ്ടാക്കും. അത് പിന്നെ വീട്ടിൽ വരുന്ന പല പല തരത്തിലുള്ള ഇതിന്റെ റിഫ്ലക്ഷൻസ് ഒരു വ്യക്തിയെ പലപ്പോഴും പാർശ്വവൽക്കരിക്കും. ഒരു വ്യക്തിയെ പലപ്പോഴും എന്താണ് പറയൂ ഒന്ന് വാക്ക് പറയാ അവഗണിക്കുന്ന അവസ്ഥ ഉണ്ടാവും, നിരാശ ഉണ്ടാക്കും. അത് ആ കുടുംബത്തിന്റെ പ്രശ്നം അല്ല. ആ കുടുംബം ഏർപ്പെട്ടിട്ടുള്ള ചില സാമ്പത്തിക പ്രശ്നങ്ങളുടെ അനുരണനമാകാം. അവർ ഉൾപ്പെട്ട ഏതെങ്കിലും സാമൂഹ്യ പ്രശ്നത്തിന്റെ കാരണമാകാം. അവരാരും കൽപ്പിച്ചുകൂട്ടി ഒരാളെ അവഗണിക്കണം എന്ന് കരുതിയതാകില്ല. വീട്ടിൽ വരുന്ന അവഗണനയാണ് പലപ്പോഴും പലതരത്തിലുള്ള ഈ പിന്നെ ലഹരി പ്രശ്നങ്ങളിലേക്കും എത്തുന്നത്. ലഹരി അതുപയോഗിച്ച് അടിമയായ ഒരാളെ നോക്കിക്കോളൂ. എൻ്റെ അഭിപ്രായത്തിൽ ജീവിത പ്രശ്നങ്ങൾ കൃത്യമായി പഠിച്ചാൽ, കൃത്യമായി ട്രേസ് ചെയ്താൽ മോർ ദാൻ 90% പ്രശ്നങ്ങളും വീട്ടിലെ പ്രശ്നങ്ങളിൽ വന്നെത്തും. സംശയമുണ്ടോ? തർക്കമുണ്ടോ? എനിക്കിത് തർക്കമില്ല. ഒരുപാട് അനുഭവം ഉണ്ടോന്ന് പറഞ്ഞു. ഒരാള് ലഹരിക്ക് അടിമയാണോ എന്ന് പറഞ്ഞാൽ അതിന്റെ കാരണം ആ വ്യക്തിയാണെന്ന് കരുതരുത്. അത് ട്രേസ് ചെയ്താൽ എവിടെ എത്തും? മിക്കവാറും അത് കുടുംബത്തിലെത്തും. കുടുംബത്തിലെ നിരാശ, അവഗണന, പലതരത്തിലുള്ള കമ്പാരിസൺ, ചേട്ടൻ അനിയനെയും ഇങ്ങനെ അപ്രസക്തമായ കുറെ കാര്യങ്ങൾ, ഇതെല്ലാം ഒരു വീട്ടിൽ വരുന്നത് സമൂഹത്തിൽ പ്രതിഫലിക്കുന്ന. തലേദിവസം സ്കൂളിൽ പറഞ്ഞിട്ടുണ്ടോ, തലേദിവസം ട്യൂട്ടോറിയൽ പറഞ്ഞിട്ടുണ്ടോ, ആ കോളേജിൽ പറഞ്ഞിട്ടുണ്ടോ, ഈ പ്രൈവറ്റ് അതുകളിലൂടെ ഒക്കെ മത്സരം. നീ ആരെ തോൽപ്പിച്ചാലും വേണ്ടില്ല, പറയൂ നീ ഒന്ന് പറയൂ ജയിച്ചാൽ മതി എന്നുള്ള മത്സരാധിഷ്ഠിത വാക്കുകളൊക്കെ കൊച്ചു കുട്ടികളുടെ മനസ്സിൽ വല്ലാത്ത ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യണം. നമ്മളെ പോലെയുള്ളവർ ഇതൊക്കെ കണ്ടു വന്നുകൊണ്ട് കുറച്ചും കൂടിയൊക്കെ ഒന്ന് ചിലതൊന്ന് വേർതിരിച്ചറിയാൻ പറ്റിയെന്ന് വരും. കുട്ടികളിൽ അതല്ല. അവരുടെ മനസ്സിൽ ഒരു ക്ലീൻ സ്ലേറ്റിൽ അത് കേൾക്കുമ്പോൾ അത് വല്ലാതെ പൊതു ഇടങ്ങളില്ലാതായി. അതുകൊണ്ട് ഈ ക്യാമ്പയിൻ ഒരു പൊതു ഇട സൃഷ്ടിയുടെ ക്യാമ്പയിനായിട്ട് മാറ്റണം എന്ന അഭിപ്രായം കൂടി എനിക്കുണ്ട്. പൊതു ഇടങ്ങൾ സൃഷ്ടിക്കുക. പൊതു ഇടങ്ങൾ സൃഷ്ടിക്കുമ്പോൾ മനസ്സിൽ പൊതു ഇടങ്ങൾ വികസിക്കും. മനസ്സിലെ പൊതു ഇടങ്ങളെ മാറ്റിക്കളയാനാണ് നവഫാസിസവും കമ്പോളവും ശ്രമിക്കുന്നത്. മനസ്സിലെ പൊതു ഇടങ്ങൾ ഇല്ലാതായാൽ മനസ്സിൽ ശൂന്യതയുണ്ടാകും. ആ ശൂന്യതയിലേക്കാണ് പ്രതിലോമ ചിന്തകൾ കടന്നു വരുന്നത്. പ്രതിലോമ ചിന്തകൾ തമ്മിലുള്ള സംഘർഷങ്ങളാണ് മനസ്സിന്റെ സംഘർഷങ്ങളായിട്ട് നാളെ മാറുന്നത്. അതുകൊണ്ട് പൊതു ഇടങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മനസ്സിനെ സമഗ്രവും സമ്പൂർണവും സന്തുലിതവുമായ ചിന്തകളിലേക്ക് എത്തിക്കുന്നതായിരിക്കണം ഈ ക്യാമ്പയിൻ. മനസ്സിന്റെ പൊതുവിട സൃഷ്ടി അതിന് ഏറ്റവും ഉപയോഗിക്കാവുന്ന, പരിഷത്തിനും ആർക്കും ഏറ്റവും ഉപയോഗിക്കാവുന്ന, ഏറ്റവും മറ്റേ എൻഡിറ്റി എന്ന് പറയുന്നത് വായനശാലയാണ്. അമ്പലവും ആരാധനാലയങ്ങളും ആരൊക്കെയോ കൊണ്ടുപോകുന്നു എന്ന് നമുക്കറിയാം. കോട്ടയം അവിടെ വരാൻ പറ്റാത്തവർക്ക് കൂടി വരാൻ പറ്റുന്ന പറയും മഹാ ഇടമാണ് ഏതാ? വായനശാല. കളിക്കളങ്ങൾ, കളിസ്ഥലങ്ങൾ, പൊതു ഇടങ്ങൾ എത്ര ആളൊഴിഞ്ഞ ഇടങ്ങളായി പൊതു ഇടങ്ങൾ ഇന്ന് ധാരാളം നമ്മുടെ ഗ്രാമങ്ങളിൽ കിടക്കുക.
എന്നിട്ട് വായനശാലയെ കുറ്റം പറയും. അവിടെ ആരും ചെല്ലണില്ല. ചെല്ലണെങ്ങനെയാ? അവിടെ വായിക്കാനാണ് ചെല്ലാറുള്ളത്. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് എനിക്കിപ്പോൾ ഒരു പ്രസംഗം വേണമെങ്കിൽ ഞാൻ പണ്ട് അവിടുത്തെ വായനശാലയിൽ പോയി പുസ്തകം എടുത്ത് വായിച്ച് നോട്ട് എഴുതി പിന്നെ പ്രസംഗിക്കും. ഇപ്പൊ അത് വേണ്ട. ഇപ്പൊ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് കാര്യം പറയണമെങ്കിൽ എടുത്തു 4 കുത്തുമ്പോഴേക്കും ശ്രീനാരായണ ഗുരുവിന്റെ എല്ലാവരും ഇതിന് അങ്ങോട്ട് പോകണം. വായിക്കാത്തോണ്ടൊന്നുമല്ല, അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കരുത്. പുതിയ കുട്ടികൾക്ക് വിവരമില്ല. അതൊക്കെ തെറ്റായ, പൂർണ്ണമായും തെറ്റായ ധാരണകളാണ്. പുതിയ കുട്ടികളുമായി സംബന്ധിച്ചു നോക്കൂ. എനിക്ക് പേടിയാണ് ഉള്ള കാര്യം പറയാതെ. എന്തായാലും മിണ്ടാത്ത ഇവിടുത്തെ ശാസ്ത്രകാര്യ വിശുദ്ധികാരത്ര ബുദ്ധവാദം കയറിയില്ല. എനിക്ക് പേടിയാണ്. പേടി മീൻസ് എന്താ, സൂക്ഷിച്ച് അഡ്രസ് ചെയ്യണം. അവർക്ക് വിവരമില്ല എന്ന് പറഞ്ഞത്. ഞാനൊരു കാര്യം പരിഷത്തിന്റെ വേദിയായതെന്ന് പറയണം. ക്ലാസിക്കൽ വിദ്യാഭ്യാസത്തിന്റെ അളവുകോലുകൾ ഉപയോഗിച്ച്, സാമ്പ്രദായിക വിദ്യാഭ്യാസത്തിന്റെ അളവുകോലുകൾ ഉപയോഗിച്ച് ആധുനിക വിദ്യാഭ്യാസത്തിന്റെ അച്ചീവ്മെന്റ്സിനെ അളക്കാൻ നോക്കുമ്പോൾ അളക്കാൻ പറ്റില്ല. മനസ്സിലായെന്ന് അറിയില്ലേ? മോഡേൺ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വേറൊന്നാണ്. ക്ലാസിക്കലായിട്ട് കുറെ ടൂൾസ് വെച്ചിട്ടുണ്ട്. അച്ചീവ്മെന്റ്സ് എന്നൊക്കെ പറഞ്ഞ് കുറെ ടൂൾസ് വെച്ചിട്ടുണ്ട്. ആ ടൂൾസ് ഉപയോഗിച്ച് മോഡേൺ എഡ്യൂക്കേഷനെ അളക്കുകയാണ്. ഒരിക്കലും അളക്കാൻ പറ്റില്ല. അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത് ഒന്ന് സംബന്ധിച്ച് നോക്കൂ. പുതിയ തലമുറയായിട്ട് അവരുടെ വിവരം നമ്മൾ വിചാരിക്കുന്ന അപ്പുറമാണ്. അവർ ലോകത്തേക്ക് അവരുടെ മനസ്സിനെ ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുകയാണ്. പുതിയ ക്ലാസ്സുകൾ കമ്പ്യൂട്ടറൊക്കെ വെച്ചതിനോ. ടാഗോർ ഗീതാഞ്ജലി എഴുതിയതിനു ശേഷം കുറെ സാഹിത്യകാരന്മാരുടെ ഇടയിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ ചോദിച്ചു, അങ്ങ് എങ്ങനെ ഇതൊക്കെ എഴുതണേ? ഇത്ര മനോഹരമായ കവിത എങ്ങനെ എഴുതണേ? അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണ്? എൻ്റെ വീടിൻ്റെ കിളിവാതിലുകൾ ഞാൻ ലോക സംസ്കൃതിയിലേക്ക് തുറന്നിട്ടിരിക്കുകയാണ്. ലോക സംസ്കൃതിയിൽ അതാത് കാലത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഏത് ജ്ഞാനവും എൻ്റെ വീടിൻ്റെ കിളിവാതിലുകളിലൂടെ വന്ന് എൻ്റെ വീട്ടിൽ നിറയും. അങ്ങനെ ജ്ഞാനം നിറഞ്ഞ ആ പരിസരത്തും പശ്ചാത്തലത്തിൽ നിന്നാണ് ഞാൻ കവിത എഴുതുന്നത്. അതാണ് ആധുനിക അധ്യാപകൻ. അറിവിന്റെ സ്രോതസ്സുകളിലേക്ക് കുട്ടികളുടെ മനസ്സിനെ തുറന്നു കൊടുക്കുന്ന ആളാണ് അധ്യാപകൻ. മനസ്സിലേക്ക് സ്പൂണിൽ ഇങ്ങനെ പറയൂ അങ്ങനെ കോരി കൊടുക്കുന്ന ആളല്ല അധ്യാപകൻ. ആ മനസ്സിനെ അറിവിന്റെ സ്രോതസ്സുകളിലേക്ക് തുറന്നു കൊടുക്കുന്ന ആളാണ് അധ്യാപകൻ. ആ മനസ്സിലേക്ക് അറിവ് വന്ന് നിറയുകയാണ്. അങ്ങനെ അറിവ് ഒന്ന് നിറഞ്ഞുണ്ടോ എന്നാണ് ഇപ്പൊ പരിശോധിക്കേണ്ടത്. കൊടുത്തത് കാണാപ്പാടം പഠിച്ചിട്ടുണ്ടോ എന്ന് അല്ല. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അതും ഒരു ദിവസവും പരിഷത്ത് ചർച്ച ചെയ്യേണ്ടതാണ്. വേറെ എവിടെ പറയാൻ ഇവിടെ ഇല്ലാണ്ട് അതുകൊണ്ട് പറയുന്നതാണ്. ആധുനിക വിദ്യാഭ്യാസത്തിന്റെ അളവുകോലുകൾ ഉപയോഗിച്ചിട്ട് വേണം ആധുനിക വിദ്യാഭ്യാസം നേടിയ വിദ്യാർത്ഥികളെ അളക്കാൻ. ക്ലാസിക്കൽ വിദ്യാഭ്യാസത്തിന്റെ അളവുകോലുകളൊക്കെ ഇപ്പോഴും ഉണ്ട്. ഞാൻ കേട്ട് ചില വാക്കുകൾ പറയുന്നില്ല എന്നൊരു കേൾക്കുമ്പോൾ ആരാ പറഞ്ഞാൽ ചിലപ്പോൾ ഓർമ്മ വരും. കാരണം അങ്ങനെ അളവുകൾ ഉപയോഗിച്ച് അതാണ് ഇതാണ് അതൊക്കെ ക്ലാസിക്കൽ വിദ്യാഭ്യാസത്തിലെ ടൂൾസാണ്. മഴുക്കോല് വെച്ച് അളക്കണ കാലം ഉണ്ടായിരുന്നില്ലേ? മഴുക്കൂല്ലേ ഇവിടെ മഴുക്കോല് വെച്ച് അളക്കുന്നത്. ഇവ നാനോമീറ്റർ വെച്ചിട്ട് അതിനേക്കാൾ ചെറിയ വെച്ചിട്ട് അളക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിൽ ഇത് മഴുക്കോല് വെച്ച് അളക്കാൻ പറ്റുന്നത് അബ്സർഡാണ് അതൊക്കെ. അതുകൊണ്ട് സാമ്പ്രദായിക വിദ്യാഭ്യാസത്തിന്റെ ചില അച്ചീവ്മെന്റ്സ് അളക്കുന്ന അളവുകോലുകൾ കൊണ്ട് മോഡേൺ എഡ്യൂക്കേഷനെ അളക്കാൻ കഴിയില്ല. അത് സാന്ദർഭികം പറഞ്ഞേ ഉള്ളൂ. ഇതുപോലെ തന്നെ എപ്പോഴും. അതുകൊണ്ട് നവോത്ഥാനത്തിലൂടെ മനുഷ്യ മനസ്സ് മാറി എന്നതിന്റെ ഉദാഹരണം കൊച്ചു കേരളമാണ്. അങ്ങനെ എത്ര കഥകളും കവിതകളും സാഹിത്യലോകം മുഴുവൻ നോക്കൂ നവോത്ഥാന ഭാവുകത്വത്തെ ആഗിരണം ചെയ്ത് വളർന്നതാണ്. മലയാള സാഹിത്യം, നവോത്ഥാനത്തിന് ശേഷമുള്ള മലയാള സാഹിത്യം നവോത്ഥാന മൂല്യങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെട്ട നവോത്ഥാന ഭാവുകത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വളർന്നതാണ്. അതാണ് നവോത്ഥാന ഭാവുകത്വം എന്ന് പറയുന്നത് സാഹിത്യരംഗത്ത്. പക്ഷെ ഇന്ന് കേൾക്കണേ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് കമ്പോള ഭാവുകത്വം ആണ് നിലകൊള്ളുന്നത്.
അതിൻ്റെ പ്രശ്നങ്ങളാണ് ഈ കാണുന്നത്. അവിടെ കമ്പോള ഭാവുകത്വം മാനവികത ഉൾക്കൊള്ളുന്ന നവോത്ഥാന ഭാവുകത്വവുമായി സംഘർഷത്തിലാണ്. വർത്തമാനകാല സാംസ്കാരിക പ്രശ്നം എന്ന് പറയുന്ന എൻ്റെ അഭിപ്രായത്തിൽ നവോത്ഥാനത്തിലൂടെ വളർന്നു വന്ന ആധുനികതാ പ്രസ്ഥാനത്തിലൂടെ കൂടുതൽ ജ്വലിച്ച അതിനുശേഷം ഉത്തരാധുനിക പ്രസ്ഥാനത്തിലൂടെ കൂടുതൽ വളർന്ന മാനവിക ഭാവുകത്വം കമ്പോള ഭാവുകത്വമായി സംഘർഷത്തിലാണ്. ഇതാണ് ഇന്നത്തെ പ്രശ്നം. ഈ സംഘർഷമാണ് കുട്ടിയുടെ മനസ്സിലുള്ള സംഘർഷവും. ആ സംഘർഷത്തെ നോക്കണേ, ആ സംഘർഷത്തെ നവോത്ഥാന ഭാവുകത്വം അല്പമെങ്കിലും മനസ്സിലുള്ളവർക്ക് വേർതിരിച്ചറിയാൻ പറ്റും. പക്ഷെ പുതിയൊരു തലമുറയ്ക്ക് ഈ നവോത്ഥാന ഭാവുകത്വത്തിന്റെ ഹാങ് ഓവർ അത്ര കണ്ടില്ല എന്നുള്ളത് കൊണ്ട് കമ്പോള ഭാവുകത്വത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതാണ് അവരിൽ സംഘർഷം. ഇതിവിടെയാണ് നമ്മൾ പരിഹരിക്കുന്നത്, ഈ ഭാവുകത്വത്തെ മാറ്റാൻ. അതുകൊണ്ട് ഞാൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് കമ്പോള ഭാവുകത്വവും നവോത്ഥാന അനന്തര ഭാവുകത്വം അല്ലെങ്കിൽ മാനവിക തലതിഷ്ഠ ഭാവുകത്വം തമ്മിലുള്ള സംഘർഷത്തിൽ നിന്ന് മാനവികതയുടെ ഭാവുകത്വത്തെ വളർത്തിയെടുക്കണം, ഉണർത്തിയെടുക്കണം. കമ്പോള ഭാവുകത്വത്തെ ചേർത്ത് മാനവികതയുടെയും പരിസ്ഥിതി ബോധത്തിന്റെയും പരിസ്ഥിതി സന്തുലന ഭാവത്തിന്റെയും ഭാവുകത്വത്തെ വളർത്തിയെടുക്കണം. ജാതി കേന്ദ്രീകൃത വ്യവസ്ഥയുടെ ഭാവുകത്വത്തിൽ നിന്ന് നവോത്ഥാന ഭാവുകത്വത്തിലേക്ക് മാറിയതിനെ നവോത്ഥാനം എന്ന് പറയാൻ പറ്റുമെങ്കിൽ മനുഷ്യ കേന്ദ്രീകൃതവും കമ്പോള കേന്ദ്രീകൃതവുമായ ഭാവുകത്വങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൽ നിന്ന് മാനവികതയുടെ ഭാവുകത്വത്തെ ഉയർത്തുന്ന പ്രക്രിയയെയും നവോത്ഥാനം എന്ന് പറയേണ്ടി വരും, പറയാം. അതിനെ നവോത്ഥാനം എന്ന് വേണമെങ്കിൽ വിളിക്കാം. ആ നവോത്ഥാനത്തിന് ഇന്ന് വ്യക്തികൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. പഴയ എല്ലാ നവോത്ഥാനത്തിന് നേതൃത്വം കൊടുത്തത് പല വ്യക്തികളാണ്. ഇനി ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ സാർവത്രികമായി കമ്പോളവും മൂലധനവും ലോകത്തെ മുഴുവൻ മഥിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഒരു വ്യക്തി എന്ന രീതിയിൽ നവോത്ഥാനത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഒരു പ്രസ്ഥാനത്തിനു മാത്രമേ അത്തരത്തിലുള്ള സമഗ്രമായ ഭാവുകത്വ നിർമ്മാണം ഏറ്റെടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നവഭാവുകത്വം, അതായത് നവോത്ഥാനം എന്ന ആ ആശയം സമൂഹത്തിൽ വികസിപ്പിച്ചെടുക്കുവാൻ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വളരെ സൂക്ഷ്മമായി ശ്രദ്ധയോടുകൂടി ശ്രമിക്കണം. ഈ സംഘർഷങ്ങളെ ഇല്ലാതാക്കുവാനുള്ള ശാസ്ത്രീയമായ ഇടപെടലായിരിക്കും. ശാസ്ത്രബോധം, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല, പരിഷത്തിന്റെ വേദിയിൽ അത് പറയേണ്ട കാര്യമില്ല എന്നുള്ളത് പറയാതിരുന്നതാണ്. ഇതിൻ്റെ ഒപ്പം വളർത്തിയെടുക്കേണ്ടതുണ്ട്. സന്തോഷത്തോടെ അഭിമാനത്തോടു കൂടി ഈ സിമ്പോസിയം